അയന ഇലക്ട്രിക്കൽസ് വ്ലോഗ് മലയാളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ച് ഒരു എർത്തിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ആണ്. നമ്മൾ ഈ എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ച് തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് സോയിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ എർത്തിങ് എന്നുള്ളത് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു 4 ടെർമിനൽ എർത്ത് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എർത്ത് ടെസ്റ്റുകൾ തന്നെ 3 ടെർമിനലും 4 ടെർമിനലും ഉള്ള എർത്ത് ടെസ്റ്റുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ എർത്തിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് 3 ടെർമിനലുള്ള എർത്ത് ടെസ്റ്റ് ആയാലും മതി. പക്ഷേ എന്നാൽ 3 ടെർമിനൽ എർത്ത് ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോയിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതിന് 4 ടെർമിനലുള്ള എർത്ത് ടെസ്റ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ 4 ടെർമിനലുള്ള എർത്ത് ടെസ്റ്ററാണ് ഉള്ളത്. ഇത് ഉപയോഗിച്ച് 2 ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എർത്ത് ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മീറ്ററുകളൊക്കെ ഒന്ന് കൃത്യമായ ചാർജ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഡിജിറ്റൽ ടെസ്റ്റാണെങ്കിൽ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. അനലോഗാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അനലോഗ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്താണ് അതിൽ നിന്ന് DC കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജ് കൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. അപ്പോൾ അഥവാ നമ്മൾ ഇതുപയോഗിച്ച് കുറച്ച് നാളായ ശേഷമാണ് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുന്നത്, നമ്മളൊന്ന് ഒരു 3-4 മണിക്കൂറൊന്ന് ചാർജിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റീഡിങ്ങിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ മീറ്ററിൽ 2 റേഞ്ചുള്ള റീഡിംഗ് ആണ് കിട്ടുന്നത്. 2 റേഞ്ചിൽ റീഡിങ് കിട്ടും. ഒന്ന് 1000 ഓമും അടുത്തത് 10 ഓമും കിട്ടുന്നുണ്ട്. ഈ 1000 ഓമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1-ൽ താഴെയുള്ള റീഡിങ്ങൾ നമുക്ക് 1000 ഓമിലിട്ടാൽ കിട്ടില്ല, ആ റേഞ്ചിൽ കിട്ടില്ല. ആ 1-ൽ താഴെയുള്ള ഓംസ് ഇതുകൊണ്ട് E1, P1, P2, E2. ഈ E1, E2 എന്ന് പറഞ്ഞത് കറണ്ട് കോയിലുകളുടെ 2 ടെർമിനലുകളാണ്. P1, P2 പ്രഷർ കോയിലിൻ്റെ 2 ടെർമിനലുകളും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഏത് എർത്തിലാണോ ഏത് എർത്ത് പിറ്റിലാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കുന്നത്. ഈ 2 E1ഉം P1ഉം തമ്മിൽ നമ്മൾ ഇതിന് സ്ക്രൂവിനെ ലൂസ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിന് തമ്മിൽ ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്ത ശേഷം നമ്മൾ ആ മെയിൻ എർത്തിലേക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏത് എർത്ത് പിറ്റിലാണ്ടോ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക, ആ പിറ്റിൻ്റെ ലിങ്കിലേക്ക് നമ്മൾ ഇതിൻ്റെ വയർ കണക്ട് ചെയ്യുക. കൂടാതെ വരുന്ന അതിനുശേഷം ഇതിൽ നിന്ന് മെയിൻ എർത്തിൽ നിന്നും ഒരു 10 മീറ്റർ മാറ്റി ഒരു സ്പൈക്ക് അടിക്കുക. അതിനുശേഷം മെയിൻ എർത്തിൽ നിന്നും 20 മീറ്റർ മാറ്റി ഒരു സ്പൈക്ക് കൂടി നമ്മൾ അടിക്കണം. ഇനി മെയിൻ എർത്തിൽ നിന്നും 10 മീറ്റർ മാറ്റം സ്ഥാപിച്ചുള്ള സ്പൈക്കിലേക്ക് P2 കണക്ട് ചെയ്യുക. അതിനുശേഷം 20 മീറ്റർ മാറ്റി സ്ഥാപിച്ചിട്ടുള്ള സ്പൈക്കിലേക്ക് നമ്മൾ E2 കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് റേഞ്ചിലാണ് നമ്മൾ വേണ്ടത് തീരുമാനിക്കുക. നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമ്മളിതൊന്ന് ആദ്യം 1000 റേഞ്ചിലൊന്നിട്ട് നോക്കുക. അതിൽ റീഡ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ 10 ഓം റേഞ്ചിൽ നമ്മൾ ഇട്ട് നോക്കുക. ഇത്രയും നമുക്ക് എർത്ത് ടെസ്റ്ററെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. ഈ 2 ഓക്സിലറി എർത്ത് റോഡുകളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു ഏകദേശം 1.5 അടി നീളമുള്ള 2 റോഡുകളാണ്. ഇത് നമ്മൾ ഏകദേശം 1 അടിയെങ്കിലും മിനിമം മണ്ണിൽ താഴ്ന്നിരിക്കണം. ഇത് അടിക്കുന്ന സമയം നമുക്ക് ലൂസ് മണ്ണിൽ നമ്മൾ അടിക്കരുത്, നല്ല ടൈറ്റുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ അടിക്കാവുള്ളൂ. ഓക്കെ, ഇതുപോലെ 2 എണ്ണം മാത്രമേ നമുക്ക് ആ എർത്ത് ടെസ്റ്ററും ഇതും കൂടി ആവശ്യമുള്ളൂ. നമുക്ക് ഈ സൈറ്റിൽ പോയിട്ട് നമുക്കിത് റീഡിങ് എത്ര കിട്ടുമോ എടുക്കണമെന്ന് എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഈ കാണുന്ന എർത്ത് പിറ്റിൻ്റെ റെസിസ്റ്റൻസാണ് നമ്മൾ അളന്ന് നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഓൾറെഡി അതിൻ്റെ വയർ നമ്മളതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 10 മീറ്റർ മാറി ഒരു സ്പൈക്ക് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 10 മീറ്റർ മാറി അടിച്ച സ്പൈക്കാണ് ഇപ്പോൾ കാണുന്നത്.
ഇതിനുശേഷം നമ്മൾ 20 മീറ്റർ മാറ്റി അടിച്ച സ്പൈക്ക് കൂടിയുണ്ട്. അത് ഈ കാണുന്നതാണ് നമ്മൾ 20 മീറ്റർ മാറ്റി അടിച്ച സ്പൈക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ റീഡിങ്ങുകളൊക്കെ എങ്ങനെ എടുക്കുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. ഓൾറെഡി വയറെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മീറ്റർ ഓഫാണ്. നമ്മളിത് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം എത്ര റീഡിങ്ങിലൊക്കെയാണ് കിട്ടുന്നതെന്ന്. ഇതിപ്പോൾ നമ്മളൊരു 10 ohm റേഞ്ചിലായിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ റീഡിങ് നമ്മൾ ചെക്ക് ചെയ്യാണ്. നമുക്ക് 0.21 ആണ് നമുക്ക് കിട്ടിയ റീഡിങ് ഇപ്പോൾ. അപ്പോൾ നല്ലൊരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ നമുക്ക് കിട്ടേണ്ട 3 മുതൽ 5 ohm നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല. ആ റീഡിങ് കുഴപ്പമില്ലാത്ത റീഡിംഗ് ആണ്. എന്നാൽ ഇൻഡസ്ട്രിയിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 1 ohm കിട്ടണം. 1 ohm മേലെ പോകരുത്. എന്നാൽ ഒരു സബ്സ്റ്റേഷൻ്റെ ആ റേഞ്ചിൽ വരുന്നൊരു ഓംസ് എന്ന് പറഞ്ഞാൽ 0.5 ohm കൂടാൻ പാടില്ല. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.